എൻ്റെ ഈ CNG ബൈക്കിലെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം 7700 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഗ്യാസ് ഫുൾ ആക്കിയതിന് ശേഷം ഗ്യാസ് കംപ്ലീറ്റ് തീരുന്ന വരെ നമ്മൾ ഓട്ടിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ പകുതി കുറച്ച് ഓട്ടിച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്തിട്ട് എത്ര ഗ്യാസ് കയറി ആ രീതിയിലല്ല, ഫുള്ള് കംപ്ലീറ്റ് എംറ്റി ആക്കിയതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു നോർമൽ റൈഡിലാണ് കേട്ടോ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സൊമാറ്റോയിൽ നമ്മൾ ഓടൊപ്പം ഈ മൈലേജിൽ എന്തായാലും വ്യത്യാസം കാണും. അത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് സൊമാറ്റോയിൽ ഓടപ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഉടനെ വരുന്നതായിരിക്കും. അതേപോലെ ഇത് പെട്രോളും ഉണ്ടല്ലോ 2 ലിറ്റർ. അപ്പോൾ പെട്രോളിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇതാണ്ട് CNG ഇങ്ങനെ മിന്നി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് കട്ട ഇത് മിന്നിയാൽ തന്നെ കുറേ കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ് തീരപ്പം എന്താ ഇവിടെ CNGയുടെ ഒരു സിമ്പിൾ ഉണ്ടാ. ഇത് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CNG കംപ്ലീറ്റ് തീർന്നു. പിന്നെ CNG ഓട്ടിക്കാൻ പറ്റത്തില്ല, കാരണം കംപ്ലീറ്റ് തീർന്നു. നമ്മൾ ഈ സിമ്പിൾ ബ്ലിങ്ക് ചെയ്യുന്നവരെ നമ്മൾ ഇന്ന് ഓട്ടിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയി CNG ഫില്ല് ചെയ്യാം. നമ്മൾ CNG ഫില്ല് ചെയ്തിരിക്കുന്നത് പാരിപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ. നമ്മളങ്ങനെ CNG ഫില്ല് ചെയ്തപ്പോൾ ഏകദേശം 173 രൂപ 172 സംതിങ് രൂപയുടെ CNG നിറച്ചിട്ടുണ്ട്. അതായത് 1.79 കിലോഗ്രാം CNG ആണ് ഇതിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ CNG കണ്ട ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് സെറ്റ് ചെയ്യാം. അങ്ങനെ ട്രിപ്പ് നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ കടമ്പാട്ട് കോണത്ത് ചെല്ലും. കടമ്പാട്ട് കോണത്ത് നിന്ന് U-turn അടിച്ച് നേരെ ആലപ്പുഴ സൈഡിലേക്കാണ് പോകുന്നത്. പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കൽ ബീച്ച് ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് അഴീക്കൽ ബീച്ച് റൂട്ടിൽ പോയി അഴീക്കൽ ബീച്ച്, അഴീക്കൽ പാലം അതുവഴി കറങ്ങി CNG ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക. അതാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. അഴീക്കൽ ബീച്ചിൽ പോകുന്നത് പ്ലാനിങ് ഉണ്ട്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ആലപ്പുഴ വഴി കാണുന്ന സ്ഥലത്തൊക്കെ കയറിപ്പോയി നമ്മൾ ഫുള്ള് തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കട്ട കുറഞ്ഞു. 5 കിലോമീറ്റർ ഓടിയുമ്പോൾ തന്നെ ആദ്യത്തെ കട്ട കുറഞ്ഞു. അതങ്ങനെയാണ് കേട്ടോ. ആദ്യത്തെ കട്ട 5-7 കിലോമീറ്റർ മാത്രമേ കിട്ടൂ. ബാക്കിയുള്ള കട്ടകൾക്കാണ് കൂടുതൽ കിലോമീറ്റർ കിട്ടുന്നത്. നമ്മൾ എത്തിക്കരയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ അടിപൊളി റോഡിൽ കൂടെയാണ് വന്നത്. നമ്മൾ 15.6 കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാവനാട് എത്തിയപ്പോഴത്തേക്ക് രണ്ടാമത്തെ കട്ട കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം 39.2 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സാധാരണ രണ്ടാമത്തെ കട്ടയിൽ കൂടുതൽ കിട്ടുന്നതാണ് സൊമാറ്റോയിലൊക്കെ ഓടപ്പം. പമ്പിലെ പ്രഷർ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. പ്രഷർ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഗ്യാസ് കയറും. പക്ഷേ നല്ല റോഡായതിനെ കൊണ്ട് തന്നെ നല്ല കുറച്ച് സ്പീഡിലാണ് വന്നത്. അതുകൊണ്ടായിരിക്കും മൈലേജ് കുറഞ്ഞത്. സാധാരണ ഒരു 45 കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് യാത്ര ഇവിടുന്ന് തുടരാം. അങ്ങനെ കരുനാഗപ്പള്ളി എത്തി ഫ്രണ്ട്സ്. കരുനാഗപ്പള്ളി എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സമയമായി. ഞാൻ നേരെ കരുനാഗപ്പള്ളിയിലുള്ള മന്തി മെൻസിൽ കയറി അൽഫാം മന്തി കഴിച്ചു ക്വാർട്ടർ. അപ്പോൾ എനിക്ക് എത്ര മൈലേജ് കിട്ടുന്നതും കൂടി നോക്കാം. ഒരു മന്തി കഴിച്ച് എത്ര മണിക്കൂർ നീക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മന്തി മെൻസിൽ നിന്ന് ഇറങ്ങി. എനിക്കിനി എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. ഇനി രാത്രി വരെ ഓടിക്കാൻ. പിന്നെ നല്ല വെയിലത്താണ് ഇരുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ അഴീക്കൽ ബീച്ചിലാണ് പോകുന്നത്. അഴീക്കൽ കേട്ടോ. അപ്പോൾ 2 കട്ട കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 57 കിലോമീറ്ററാണ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ അഴീക്കലാണ് പോകുന്നത്. നമ്മളങ്ങനെ കരുനാഗപ്പള്ളിയിൽ നേരെ ഈ അഴീക്കൽ പോകുന്ന റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കടൽ തീരത്ത് കൂടിയുള്ള ഒരു തീരദേശ റോഡാണ്. ഭയങ്കര മനോഹരമായ അടിപൊളി ഒരു അനുഭവം. പലർക്കും അറിയാം കേട്ടോ. അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത്. ഒരു അടിപൊളി റോഡാണ്. പിന്നെ നമുക്ക് ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങൾ ഉണ്ട് ഈ വഴിയിൽ. അതേപോലെ തന്നെ ചെറിയ കടകളുണ്ട്. നല്ല വെള്ളം കുടിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു യാത്രയാണ് ഇതുവഴിയുള്ള. നമ്മളങ്ങനെ 70 കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ്. 2 കട്ടയാണ് പറഞ്ഞത്. ഒരു കട്ട ഉടനെ കുറയും. 3:20 ആയിട്ടുണ്ട്. നമ്മളിപ്പം ഈ ഹൈസ്കൂൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഗവൺമെൻറ് ഹൈസ്കൂൾ പോസ്റ്റ് ഓഫീസ് അവിടെ നിൽക്കുകയാണ്. ഇവിടെ മൊത്തം അടിപൊളി യാത്രയാണ് കേട്ടോ. നമ്മൾ വലിയ വഴിക്ക് പാലം ഇങ്ങോട്ടാണ് പോകുന്നത്. അഴീക്കൽ ബീച്ച് നേരെയാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ബീച്ചിൻ്റെ അവിടെ പോയി കറങ്ങിയിട്ട് ഇതുവഴി പാലത്തിൽ കൂടെ കയറി പോകാം. ഇപ്പം കറക്റ്റ് 73 കിലോമീറ്ററായി. ഇപ്പോൾ സമയം 3:23 കേട്ടോ. ഞാൻ ഇത്ര സമയമാവാൻ കാരണം ഞാൻ പലയിടത്തും നിർത്തിയാണ് പോകുന്നത്. ഞാൻ സൊമാറ്റോയിലൊക്കെ വർക്ക് ചെയ്ത് 1 മാസം വർക്ക് ചെയ്ത 1 മാസത്തിലൊരിക്കൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതാണ്. പക്ഷേ ഈ വണ്ടി എടുത്തതിന് ശേഷം 2 മാസത്തോളമായി എങ്ങോട്ടും യാത്ര പോയിട്ടില്ല. അപ്പോൾ ഈ യാത്ര ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അതാണ് ഞാൻ എല്ലായിടത്തും നിർത്തി പിന്നെ കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകൾ കണ്ട്
കാഴ്ച കാണാൻ ഈ യാത്ര, ഈ വഴി തന്നെ അടിപൊളി രസമാണ്. ഈ കടലിൻ്റെ കാറ്റ് കണ്ട് കുറേ അടുത്ത് നിർത്തിയാണ് പോകുന്നത്. അതാണ് ഇത്രയും സമയം എടുക്കാൻ കാരണം കേട്ടോ. നമ്മൾ ഉടനെ പൊന്മുടി പോകുന്നതായിരിക്കും. അടുത്ത ആഴ്ച മിക്കവാറും ഞാൻ പൊന്മുടി പോകും കേട്ടോ. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് എങ്ങോട്ടും പോയില്ല. പൾസറുള്ളപ്പം മാസത്തിലൊരിക്കൽ എങ്ങോട്ടെങ്കിലും പോകുന്നതാണ്. ഓക്കെ, നമ്മൾ നേരെ അപ്പോൾ നമ്മൾ മൈലേജ് ടെസ്റ്റും ഒരു യാത്രയും കൂടിയാണ് ഉദ്ദേശിച്ചത്. മോനെ ഈ കാഴ്ച കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് എന്തോന്നാണ്, അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഓ, കാണാൻ തന്നെ ലുക്ക് അല്ലേ. നമ്മളിനി ആ പാലത്തിൽ കൂടെയാണ് ഗൈസ് കയറി പോകാൻ പോകുന്നത്. ഇതാണ് അഴീക്കൽ ബീച്ച്. ഇവിടെ ഞാൻ ഒരുപാട് വന്നിട്ടുണ്ടാണ്. ബീച്ച് ഞാൻ ഇറങ്ങുന്നില്ല, നമുക്ക് ഇതുകൊണ്ട് സമയമില്ല ഇങ്ങോട്ട്. ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ വലിയ അഴീക്കൽ ബീച്ചാണ് കേട്ടോ. നമ്മളപ്പുറത്ത് കണ്ട അഴീക്കൽ ബീച്ച്, ഇത് വലിയ അഴീക്കൽ ബീച്ചാണ്. ഇതിൻ്റെ പൊന്നും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ പാലം. നോക്ക്, ലുക്കാണ് പാലം കാണാൻ. അത് അഴീക്കൽ ബീച്ച്, ഇത് വലിയ അഴീക്കൽ. ഇവിടെ ബീച്ച്, ഇവിടെ അതൊക്കെയാണ് കേട്ടോ ബീച്ച്. അതുവഴി നടന്നൊക്കെ പോവാം കേട്ടോ, ബൈക്കിലൊക്കെ പോവാം. നമ്മൾ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയൊക്കെ അയ്യോ അടിപൊളി ഫ്രെയിം തന്നെയല്ലേ. ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഘട്ടം കൂടെ കുറഞ്ഞിട്ടുണ്ട്. 77 കിലോമീറ്ററാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിന്നപ്പോഴായിരുന്നു ഇത് കുറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഘട്ടം ഫിനിഷ് ചെയ്തതുകൊണ്ട് 77 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. വാവ്, ഇവിടുന്ന് തന്നെ ഭയങ്കര ലുക്ക് അല്ലേ, മാർക്കൊക്കെ ലുക്ക്. ഈ ലൈറ്റ് ഹൗസിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് വലിയ ലൈറ്റ് ഹൗസ്. ഇത് ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് കണ്ട ഈ ഭാഗത്തേക്ക് വന്നിട്ടാ. ഇവിടുത്തെ ലുക്ക് നിങ്ങളൊന്ന് കാണണം. മുടിഞ്ഞ ലുക്ക് തന്നെ കേട്ടോ ഈ പാലം. വാവ്, വാട്ട് എ ഫ്രെയിം. എൻ്റെ വണ്ടിയുടെ വാട്ട് എ ഫ്രെയിം. ഒരു ഫോട്ടോ എടുക്കട്ടെ. നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആയാലും നമ്മൾ മൈലേജ് ടെസ്റ്റ് കഴിയത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും നിർത്തി ഈ വെള്ളം കുടിക്കാൻ. നമ്മൾ എത്ര കിലോമീറ്റർ? 92 കിലോമീറ്റർ ആയി ഈ സ്ഥലം കണ്ട്. ഇതേപോലെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഈ റോഡ് സൂപ്പർ റോഡാണ്, യാത്ര ചെയ്യാൻ കേട്ടോ. അടിപൊളി. ഇനിയും വരണം. ഇനി ഭയങ്കര ഒരു മഴ സമയത്ത് യാത്ര. നമ്മൾ തൃക്കുന്നപ്പുഴ ബീച്ചിൻ്റെ അടുത്താണ് പോകുന്നത്. പിന്നെ ഈ റോഡ് റൈറ്റ് തിരിഞ്ഞാണ് കാണിക്കുന്നത്. റൈറ്റ് തിരിഞ്ഞ് പിന്നെ പോകാനാണ് പറയുന്നത്. പക്ഷേ ഈ കടലിൻ്റെ അടുത്തുകൂടി ഏറെ വഴിയുണ്ട്. ചെറിയ ബൈക്ക് പോകുന്ന വഴിയാണ് തോന്നുന്നത്. നമ്മൾ അതുവഴിയാണ് പറയുന്നത്. തൃക്കുന്നത് അവിടുത്തെ പിന്നെ ഈ ചെറിയ റോഡാണ്. കാറ് പോകും, പക്ഷേ റോഡ് ചെറുതാണ്. പക്ഷെ ബൈക്കിൽ അടിപൊളിയായിട്ട് പോവാം. ഇത് അടിപൊളി റോഡ്. റോഡില്ല, വഴി ചെറുതാണ്. പക്ഷേ നമുക്ക് അറ്റ്മോസ്ഫിയർ അടിപൊളി. നമ്മൾ എവിടെയോ എത്തി. അങ്ങനെ നമ്മൾ 100 കിലോമീറ്റർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3 ഘട്ട CNG ആണ് പറഞ്ഞിരിക്കുന്നത്. 4:38 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ആ തീരദേശ റോഡിൽ കൂടെയുള്ള യാത്രയിലാണ്. ഫ്രണ്ട്സ്, നമ്മൾ എവിടെ വന്ന് കയറി? തോട്ടപ്പള്ളി വന്ന് കയറുന്ന റോഡായിരുന്നു. ഇവിടെ വന്ന് കയറി അല്ലേ. അങ്ങനെ നമ്മളുടെ 4ാമത്തെ ഘട്ടം കുറഞ്ഞു. ഇനി 2 ഘട്ടം കൂടെ ഉള്ളൂ. 120 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. 5:15 നമ്മൾ ഏകദേശം ആലപ്പുഴ എത്താറായി. കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക്കൽ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇനി തിരിച്ചു പോകുന്നില്ല. ആലപ്പുഴ ചെന്നിട്ട് ചങ്ങനാശ്ശേരി വഴി കൊട്ടാരക്കര ഒരു CNG പമ്പുണ്ടല്ലോ, അവിടെ ചെന്ന് CNG നിറയ്ക്കാനാണ് പ്ലാൻ. അപ്പോഴത്തേക്ക് CNG കഴിയുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, അങ്ങനെ പോവാം. തിരിച്ച് പോയ വഴി കൂടെ പോകാൻ ഒരു മടി. അപ്പോൾ തിരിച്ച് നമുക്ക് ആലപ്പുഴ ചെന്നിട്ട്
കൊട്ടാരക്കര MC റോഡ് സ്റ്റേറ്റ് ഹൈവേ 1 കയറി കേട്ടോ. MC റോഡ് വഴി കൊട്ടാരക്കര വഴി പോകാനാണ്. നമ്മളങ്ങനെ ബ്യൂട്ടിഫുൾ റോഡിൽ കയറിയിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡാണ് ഇത്. ഇപ്പോൾ പുതുക്കി പണിഞ്ഞ അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പണി പൂർത്തിയായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പണി നടക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. അടിപൊളി റോഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 121 കിലോമീറ്റർ, വേറെ 1 കിലോമീറ്റർ ഉള്ളായിരുന്നു. അപ്പുറത്തു നിന്നാണ് നമ്മൾ മുമ്പ് വീഡിയോ എടുത്തത്. നമ്മൾ AC റോഡ് വിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പം പെരുന്ന ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട്. 147 കിലോമീറ്ററാണ്. 2 വട്ടം ബാക്കിയുണ്ട്. 6-9 ആയിരിക്കുന്നത്. നമ്മൾ നേരെ കൊട്ടാരക്കര പോകും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെങ്ങന്നൂരെത്തി 164 കിലോമീറ്ററാണ് ഇതുവരെ നമ്മൾ ഓടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കട്ടയും കൂടെയാണ് ബാക്കിയുള്ളത്. ഇതുവരെ വെച്ച് നോക്കുമ്പം ഓരോ കട്ടയിലും ആവറേജ് 40 കിലോമീറ്റർ കിട്ടുന്നുണ്ട്, ആദ്യത്തെ ഒരു കട്ട ഒഴിച്ച്. അങ്ങനെ നമ്മൾ അടൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 193 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഈ 190 കിലോമീറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 1 കിലോ CNGക്ക് 96.50 രൂപയാണ്. അപ്പോൾ 2 കിലോ CNGക്ക് 193 രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ CNG അടിച്ചിട്ട് ഇതുവരെ 193 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതായത് 1 കിലോമീറ്ററിന് 1 രൂപ വെച്ചാണ് ഇതുവരെ ആയിട്ടുള്ളത്. അതായത് ഇനിയും ഓടാനുണ്ട്. അതാണ് ഈ 193 കിലോമീറ്ററിൻ്റെ പ്രത്യേകത. അങ്ങനെ ഫ്രണ്ട്സ്, 200 കിലോമീറ്റർ ആയിരിക്കുകയാണ്. ഇതുവരെ ലാസ്റ്റത്തെ കട്ട മിന്നി തുടങ്ങിയിട്ടില്ല. ഞാൻ ഈ കൊട്ടാരക്കരയും കഴിഞ്ഞ് ഓടേണ്ടി വരുമോ? അപ്പോൾ 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ്, 203 കിലോമീറ്ററിൽ നമ്മൾ മിന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ മിന്നി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം ഉടനെ ഞാൻ പെട്രോളിലേക്ക് മാറ്റും, അല്ലെങ്കിൽ കൂടുതലും ഈ മിന്നി തുടങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ CNG ഫില്ല് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇനി എത്ര കിലോമീറ്റർ കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ കൊട്ടാരക്കരയിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരക്കര എത്തുമ്പം തീരുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തി 210 കിലോമീറ്ററാണ് കൊട്ടാരക്കര എത്തിയപ്പോൾ. ഇപ്പോഴും ലാസ്റ്റത്തെ കട്ട മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തീർന്നിട്ടില്ല. ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് അറിയത്തുമില്ല. നമുക്ക് നേരെ എന്തായാലും പമ്പിലേക്ക് പോവാം, CNG അടിക്കുന്ന പമ്പിലേക്ക് പോവാം. അപ്പോഴവിടെ തീരുമെന്ന് നോക്കാം. തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കൊട്ടാരക്കര ചുറ്റുവട്ടത്ത് ഒന്ന് കിടന്ന് കറങ്ങും. കാരണം ഉടനെ തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ 213 കിലോമീറ്ററായി നമ്മൾ CNG പമ്പിലാണ്. നല്ല ക്യൂ ആണ്. നമുക്ക് എപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ഇത് മുങ്ങിയിട്ടില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മൈലേജ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചിരിക്കുകയായിരുന്നു. 216.5 കിലോമീറ്റർ ആണ് നമ്മൾ ഫുൾ ടാങ്ക് CNG അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഞ്ച് അല്ല മൈലേജ്. ഓഹോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൂടുതൽ നല്ല റോഡിൽ കൂടിയായിരുന്നു നമ്മൾ ഓടിച്ചത്. കൂടുതൽ 50 കിലോമീറ്ററിന് താഴെയാണ് ഓടിച്ചത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സൊമാറ്റോയിൽ ഓടുന്ന വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. 216 കിലോമീറ്റർ ഗൈസ്, 216 കിലോമീറ്റർ ഞാൻ സൊമാറ്റോ ഓടിയായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എങ്ങനെ പോയാലും ചിലവ് കഴിഞ്ഞ് ഒരു 1200 1300 തൊട്ട് മുകളിലോട്ട് കിട്ടിയതിന്. ചിലപ്പോൾ മഴയൊക്കെ പെയ്തായിരുന്നു. മഴ പെയ്തില്ല എങ്കിൽ 1500 ചില ദിവസം കിട്ടും. ചിലവൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനി എത്ര രൂപയ്ക്ക് ഈ CNG കയറുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ CNG പമ്പിലെത്തി. ഇവിടെ പ്രഷർ കുറവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ CNG ഫില്ല് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം 174 രൂപയ്ക്ക് ഇത് കൊള്ളാമല്ലേ. നമ്മൾ 172 രൂപയ്ക്കല്ലേ അടിച്ചത്. അപ്പം 174 രൂപയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് empty ആയതിനു ശേഷം കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉടനെ പെട്രോളിൻ്റെ മൈലേജ് ടെസ്റ്റ് വരുന്നുണ്ട്. സൊമാറ്റോയിൽ ഓടുമ്പോൾ CNGക്ക് എത്ര മൈലേജ് കിട്ടുന്ന അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.